ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങള് എല്ലാ ലൗകിക ജീവിതങ്ങളെയും വെച്ച് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായി തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ആ ഒരു സൽക്കർമ്മം, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങള് ഭൂമിയിൽ ധാരാളം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഈ ഉപാസനയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതും എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഈശ്വര വിചാരം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങൾ വീണതിരണ്ട നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ വരവേൽക്കാം. ധാരാളം ഒരു ഗ്യാപ്പ് ഈ ഉപാസനയ്ക്ക് വന്നോ സംശയം അല്ലേ? യഥാർത്ഥത്തിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവരുത്. ശരിക്കും നമ്മളുടെ ഉപാസനകൾ പോലും നമ്മൾ ഇന്ന് കർമ്മകാണ്ഡത്തിലൂടെ പോവാണ് അല്ലെ? നാരദ മഹർഷി പ്രാചീന ബരിഹസിന് ഉപദേശിക്കുന്നത് തന്നെ എന്താണ്? ഹേ പ്രാചീന ബരിഹസെ, അങ്ങ് എത്ര കാലമായി ഇല്ലേ കർമ്മം ചെയ്തിരുന്നു? യാഗങ്ങള് അല്ലെ, നമസ്കാരങ്ങള്, വഴിപാടുകള്, ഇങ്ങനെയുള്ള രീതിയിൽ എത്ര കാലമായി കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് അങ്ങേക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ആനന്ദം കിട്ടുന്നില്ല. എപ്പോഴും നമുക്ക് ഇതൊക്കെ വിടാനുള്ളതാണ് സത്യത്തില്. ഏത് ഈ ഉപാസനകളായാലും കർമ്മകാന്ഡം, നമ്മളുടെ ജപം ധ്യാനങ്ങൾ പോലും കർമ്മകാന്ഡമാണ് ശരിക്കും. അതിൽ നിന്നും ഒക്കെ നമുക്ക് ഉയരാൻ സാധിക്കണം. നമ്മൾ അതിലിങ്ങനെ കിടന്ന് ഇതിലാകാതെ സാധാരണക്കാരെ പോലെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊക്കെ തന്നെ സാധിക്കുകയുള്ളൂ. അവിടെ ക്ഷേത്ര ആരാധനകളിലൂടെയും തീർത്ഥാടനങ്ങളിലൂടെയും അല്ലെ, ഗണപതി ഹോമങ്ങള്, ഭഗവത് സേവ, ഇതിലൂടെയൊക്കെ ഇതൊക്കെ ചെയ്യേണ്ടതൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പം ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് നേടുന്നുണ്ടോ നമ്മൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. കാരണം ഇന്ന് ലോകത്ത് കാണുന്നതായിട്ടുള്ള ഭക്തി പ്രസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഷഡ്വികാരങ്ങൾ ഉയർന്നു നിൽക്കുന്നതെന്നുള്ളതാണ് സത്യത്തില് നമുക്ക് തോന്നുന്നത്. ഭക്തി പ്രസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വേഷം, ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യങ്ങൾ ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ന് ഭക്തി പ്രസ്ഥാനത്തിലാണ്. അപ്പൊ അത് എന്താണ് അതിന്റെ കാരണം? നമ്മളുടെ ഏത് മാർഗങ്ങളെയും നമുക്ക് സ്വീകരിക്കാം. ഭക്തി യോഗത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയും ജ്ഞാനയോഗത്തിലൂടെയും ഒക്കെ ഈശ്വരനെ ആരാധിക്കാം. എങ്കിൽ പോലും യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം മറന്നുകൊണ്ടുള്ള കർമ്മം നമുക്ക് വ്യർത്ഥമാണ് എന്ന് പറയാണ്. അത് വ്യർത്ഥമാണ്. വിക്ഷസേന കഥാസുയ, അത് ഈശ്വര സങ്കല്പത്തോട്, ഈശ്വര നേരെയുള്ള കർമ്മങ്ങളായിട്ട് അതിനെ കണക്കാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊക്കെ വെറും വ്യർത്ഥമാണ്. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് ശരിക്കും. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മള് സമദർശനം എന്ന് പറയും. ഇന്ന് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സമദർശനം. എന്താ ഈ സമദർശനം എന്ന് പറഞ്ഞാൽ? എല്ലാവരെയും ഒരേപോലെ കാണുക, എല്ലാവരെയും ഒരേപോലെ കാണുക. എനിക്കൊരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുകയാണ്. ഇന്നത്തെ ബ്രാഹ്മണർ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഈ ബ്രാഹ്മണ്യം ഒക്കെ വിട്ട് ജനകീയമായിട്ട് അവരിലേക്ക് എത്തിച്ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമചിത്തത എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ വേണ്ടത്? ചിന്തിക്കേണ്ടതല്ലേ? ബ്രാഹ്മണനോളം ഉയരുവാൻ വേണ്ടി താഴെയുള്ള ആൾക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് പകരം ബ്രാഹ്മണരെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരികയല്ല വേണ്ടത്. കാരണം ഇന്ന് ബ്രാഹ്മണ്യം വിട്ടുകൊണ്ട് ജനകീയമായിട്ട് താഴെയുള്ള രീതിയിലേക്ക് ചെല്ലുന്നതാണ് ഏറ്റവും വലിയൊരു സമചിത്തത എന്നുള്ളതാണ്. അതിലൊട്ടും വിശ്വസിക്കാൻ സാധിക്കും. കാരണം ഇത് പറയാൻ കാരണം എന്നോട് ഈ ഒരു വ്യക്തി ചോദിച്ചു, എന്താണ് മള്ളിയൂരൊക്കെ എന്നാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതെന്ന്. ഇറങ്ങിച്ചെല്ലത് എങ്ങനെയാണ് വേണ്ടത്? എങ്ങനെയാ വേണ്ടത്? അവരോളം താന്ന് ചെന്ന് അവരിലൂടെ ചെന്ന് അവരുടെ പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരുകയാണോ വേണ്ടത്?
ആ നിലയിൽ നിന്നുകൊണ്ട് ആ തുടക്കം മുതൽ അവസാനം വരെ ആ യാതൊരുവിധ ഇതിനും നിഷ്ഠയ്ക്ക് മാറ്റം വരാത്ത രീതിയിൽ ഭാഗവതത്തെ ഉപാസിച്ച ആ മഹത്വം ജനങ്ങളിലേക്ക് എന്നും അത് നിറഞ്ഞു നിൽക്കും. ഇന്നും വള്ളിയൂർ എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തേ കാരണം? അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വിട്ട് താഴോട്ട് വരികയല്ല ഇത്, നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത് ശരിക്കും. ഇപ്പൊ ഇന്ന് ധരിച്ചിരിക്കുന്ന ഒരു ആചാര്യ വൃന്ദങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന എന്താണ്? ഈ ബ്രാഹ്മണ്യം വിട്ട് താഴോട്ട് ഇറങ്ങി ചെന്നാൽ സമചിത്തതയായി എന്നുള്ള. ഒരിക്കലും ആവുന്നില്ല. അവിടെ നമ്മളുടെ അല്ലെങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം ഇരിക്കുന്നത്? അതിലെന്താ അർത്ഥം ഇരിക്കുന്നത്? അപ്പം എന്തുകൊണ്ട് നമ്മൾ ഇന്ന് വള്ളിയൂർ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ നമസ്കരിക്കുന്നു, നമ്മൾ ഇന്ന് ആരാധിക്കുന്നു? അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോളം ഉയരുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ അദ്ദേഹത്തെ താഴ്ത്തി കൊണ്ടുവരിക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴും ഇതിൽ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിൽ സാത്വികമായിട്ടുള്ള രീതിയിൽ നല്ല ധാർമ്മികമായിട്ടുള്ള ജീവിക്കുന്നവരെ ആ ധാർമ്മികമായിട്ട് ജീവിക്കുന്നതിന് യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിൽ അവരെ പരിരക്ഷിക്കുകയാണ് വേണ്ടത്. അവരെ ഒരിക്കലും അതിൽ നിന്ന് വിട്ട് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമല്ല. ഇന്ന് കാണുന്ന സമചിത്തതയിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു 90% ആൾക്കാർ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നേ ഉള്ളൂ. എന്ത് ബ്രാഹ്മണരെ പൂജിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് അവരുടെ ആ സ്വഭാവത്തിലും കർമ്മത്തിലും ഉള്ള ഒരു മാതൃകയായിട്ട് ജനങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരലാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം. അതൊരിക്കലും അത് വിട്ട് താഴോട്ട് വരലല്ല. അവിടെയല്ല സമചിത്തത. അപ്പൊ എന്ത് വേണ്ടത്? എന്താ ശരിക്കും വേണ്ടത്? അവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, അവരെ ആദരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കർമ്മത്തിനനുസരിച്ച് അവരുടെ കർമ്മത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ നമ്മൾ അതിന് വേണ്ട രീതിയിൽ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ അവരെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലേക്കല്ല ഒരിക്കലും കൊണ്ടുവരുന്നത്. ആ ഒരു ഭക്തി ബഹുമാനത്തോടു കൂടി അവരുടെ ഇതിന് കോട്ടം തട്ടാത്ത രീതിയിൽ നോക്കുക. അത് ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നത്? യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞതായിട്ടുള്ള ഉപാസനകളായിക്കോട്ടെ, ധ്യാനമായിക്കോട്ടെ, ജപമായിക്കോട്ടെ, സത്സംഗങ്ങളായിക്കോട്ടെ, ഇതിന്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മറന്നു പോവുകയാണ് അവിടെ. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഈ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ ക്രമങ്ങൾ മുഴുവൻ നമ്മളെ വശത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ശരിക്കും നമ്മൾ നാരായണീയം വായിക്കുന്നത് എന്തിനാണ്? ഭാഗവതം വായിക്കുന്നത് എന്തിനാണ്? ക്ഷേത്രങ്ങളിൽ പോകുന്നത് എന്തിനാണ്? എല്ലാത്തിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സമദർശനം, ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം. ഈ സമദർശനം എന്നുള്ളത് ഒരിക്കലും താഴോട്ട് പോവുക എന്നുള്ളതല്ല. മറ്റു ഉയർന്നു നിൽക്കുന്നവരെ അവരിലേക്ക് എത്തിച്ചെല്ലുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണത്. അങ്ങനെയാകുമ്പോ ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നിപ്പോ കാണുന്ന ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരികളാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുക. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ജീവിക്കുന്നവര് അതേ രീതിയിൽ പോകുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ ഒരുക്കി കൊടുക്കലാണ് കേമത്വം വേണ്ടത്. അതിന് പകരം എന്താണ്? നമ്മൾ ഇന്ന് അവരുടെ അഹങ്കാരമാണ്, അവർക്ക് മാത്രമല്ല ഇതെന്നും പറഞ്ഞുകൊണ്ട് അതിനെ താഴോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഒരിക്കലും ഇതല്ല യഥാർത്ഥത്തിലുള്ള സമചിത്തത. സമചിത്തതയാണെങ്കിൽ അവരിലേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു മഹത്വത്തെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരിലേക്ക് ഉയരുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരെ താഴ്ത്താൻ ഉള്ള ശ്രമത്തിലേക്ക് കൊണ്ടുവരില്ല. താഴ്ന്നുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ അവിടുന്ന്. ഈ ഇന്നത്തെ ച്യുതിയുടെ കാരണം അത് തന്നെയാണ്. ഈ ബ്രാഹ്മണ്യം നശിച്ചു പോയത് എങ്ങനെയാണ്? എങ്ങനെയാ ശരിക്കും നശിച്ചത്? അത്ര കണ്ട് കണ്ണീര് കുടിപ്പിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ സജ്ജനങ്ങളെ, ബ്രാഹ്മണരെ, സജ്ജനങ്ങളെ ശരിക്ക് നന്നായിട്ട് കണ്ണീര് കുടിപ്പിച്ചതിന്റെ ഫലം കൊണ്ടാണ് ഇന്ന് നമുക്ക് ബ്രാഹ്മണ്യവും ഒന്നുമില്ലാണ്ടായത്. ക്ഷേത്രങ്ങൾ നശിച്ചു തുടങ്ങുന്നു, അല്ലെ? ആരാധനകൾ നശിച്ചു തുടങ്ങുന്നു. എല്ലാത്തിനും നമുക്ക് ഇന്ന് ഒരു തോൽവി നമുക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സജ്ജന നിന്ദ കൊണ്ടാണ്. ഈ സജ്ജന നിന്ദ ആണെന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ എല്ലാവർക്കും ഈ ഒരു ബോധം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പതിവ് പോലെ നമുക്ക് എല്ലായിടങ്ങളിലും ശാന്തി, സമാധാനം, യഥാർത്ഥമായിട്ടുള്ള ഈ മനുഷ്യ ജീവിതത്തിന്റെ
തത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യര്, മൃഗങ്ങള്, സസ്യങ്ങള്, പ്രകൃതി, അങ്ങനെയുള്ള സകല ചരാചരങ്ങൾക്കും ശാന്തി ഉണ്ടാവണേ. ജന്മന കേൾക്കാൻ സാധിക്കാത്തവര്, കാണാൻ സാധിക്കാത്തവര്, കണ്ണും കാതും കിട്ടിയിട്ടും അത് നഷ്ടപ്പെട്ടിട്ടുള്ളവര്, മാറാരോഗങ്ങള്, അല്ലേ, അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ വേണ്ട രീതിയിലുള്ള സ്നേഹം ലഭിക്കാത്ത കുട്ടികളുടെ ഭക്തി ബഹുമാനങ്ങൾ കിട്ടാത്തതായിട്ടുള്ള അച്ഛനമ്മമാര്, ഭാര്യ ഭർത്താക്കന്മാരായി തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ, വേണ്ടതായിട്ടുള്ള എല്ലായിടങ്ങളിലും ഈ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവൈ ലീലയൈവോപപന്നൈർദേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷി ഹംസ്യൂന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.